ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിച്ചല്ല, മുട്ടയുടെ മഞ്ഞയും കൂടി ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ എടുക്കാവുള്ളൂ. നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ എടുക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്താണ്. ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം. മിക്സി ജാറിലിട്ട് അടിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ചെറുതാക്കി തന്നെ കട്ട് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര എടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടി പോകരുത്, ഒരു പിഞ്ച് എടുക്കാവുള്ളൂ. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോഴിമുട്ട ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ അളവുകൾ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് എല്ലാ അളവുകളും ചേഞ്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മുട്ട ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പും വെളുത്തുള്ളിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം നല്ല ഫൈനായിട്ടൊന്ന് അരിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് പതിച്ചെടുക്കണം. അപ്പം നല്ല ഫൈനായിട്ട് ഇത് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് എണ്ണ മൊത്തത്തോടെ ചേർക്കരുത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ പകുതിയായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം 1/4 കപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പായിട്ട് അങ്ങനെ ഒഴിച്ചൊഴിച്ച് ചെയ്യുക. നമ്മൾ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു 1/4 കപ്പിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാന്നുള്ളൂ. നമ്മുടെ ഈ 1/2 കപ്പ് മൊത്തം ഉപയോഗിക്കണം. കുറേശ്ശെ ഉപയോഗിച്ച് ഇത് ഇതാക്കി എടുക്കാന്നുള്ളൂ. അടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി അടുത്ത കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൊത്തം ഓയിൽ ഒഴിച്ച് നല്ല ഇതാക്കി എടുക്കാം. അപ്പം നല്ല ഫൈനായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രീമി പരുവായി വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആകുന്നൊരു ഇതായി. ഇനി നമുക്ക് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ഇല്ലാത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് ഇതായിട്ടിരിക്കുന്നത്. 12 seconds later. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മയോണൈസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഉടൻ തന്നെ നമ്മൾ ഈ മയോണൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.